നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇന്നത്തെ പരിപ്പ് കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്തേക്ക് ചേമ്പും താളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് ഉള്ള പരിപ്പ് കറി അസാധ്യ രുചിയാണ്. ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. പരിപ്പ് കറി വെക്കുന്നതിന് ആദ്യമേ തന്നെ നമുക്ക് ഒരു 3/4 ഗ്ലാസ് പരിപ്പ് എടുത്ത് കുതിരാനായിട്ട് വെക്കാം. നമുക്ക് ഈ പരിപ്പ് ഒരു അരമണിക്കൂർ കുതിർത്താൽ മതി. ഞാനിവിടെ 2 തരം പരിപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പരിപ്പാണോ ആ പരിപ്പ് വെച്ച് നിങ്ങൾ ഈ പരിപ്പ് കറി ഉണ്ടാക്കിയാൽ മതി. പരിപ്പ് കുതിരാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം. പരിപ്പ് കറിക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു അരമുറി തേങ്ങ, ഒരു 6 ചുവന്നുള്ളി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരു കുക്കറിനകത്തേക്ക് അരമണിക്കൂറോളം കുതിർത്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുക്കറിൻ്റെ ലിഡ് മൂടി വെച്ച് ഒരു 4 to 5 വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്യാം. പരിപ്പ് കറി വെക്കുന്നതിന് ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ 2 ഗ്ലാസ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു 3 പച്ചമുളക്. ഞാനിവിടെ ഉണ്ട പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എരിവ് കിട്ടും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്കൊരു 10 to 12 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 12 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ നമുക്ക് ചേമ്പെല്ലാം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചേമ്പിൻ്റെ താള് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേമ്പിൻ താളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 to 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ താള് ഒന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് ചട്ടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചേമ്പിൻ താളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചേമ്പും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്കകത്ത് ചേമ്പും പരിപ്പും ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് കറി നന്നായിട്ട് കുറുകും. അപ്പോൾ അങ്ങനെ കുറുകാണ്ട് ഇരിക്കാനായിട്ടാണ് നമ്മളൊരു 1.5 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കറി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. നമ്മൾ ചേമ്പ് വേവിച്ചപ്പോഴും പരിപ്പ് വേവിച്ചപ്പോഴും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഉപ്പ് പോരായ്മയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ആ മിക്സി കഴുകി ഒരല്പം വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറി നമുക്ക് ഇങ്ങനെ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ കറി ഇരിക്കുന്തോറും അങ്ങോട്ട് കുറുകും. അപ്പോൾ ഇപ്പോൾ കാണുന്ന കൺസിസ്റ്റൻസി നമുക്ക് ഈ കറിയൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ചെറിയ തിള വരുമ്പോൾ ഈ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തൊഴിക്കണം. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 3 വറ്റൽമുളകും ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് വറുത്തത് നമുക്ക് ഈ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.